ഹലോ, നമസ്കാരം. ഇരിക്കൂ. എന്തൊക്കെയുണ്ട്? സുഖമല്ലേ? എന്താണ് അവസ്ഥ? ഏ ബറോസിന്റെ ട്രെയിലറൊക്കെ വന്നിരിക്കണു. ബറോസ് 3D ഗാർഡിയൻ ഓഫ് ട്രഷർ, എ വെർച്വൽ 3D ട്രെയിലർ. കങ്കുവ കാണാൻ വേണ്ടി പോയപ്പോഴേ അതിൻ്റെ കൂട്ടത്തിൽ ഇതിൻ്റെ 3D ട്രെയിലറും കൂടി കാണാൻ പറ്റും എന്നാണ് പ്രതീക്ഷിച്ചത്. കുറേ ആൾക്കാർക്കൊക്കെ കാണാൻ സാധിച്ചു. പക്ഷേ ഞാൻ പോയ തിയേറ്ററിൽ എന്തോ അവർ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. സോ തിയേറ്ററിൽ പരിപാടി മിസ്സായിപ്പോയി. അത് ഒരു കണക്കിന് നന്നായി തോന്നുന്നു കേട്ടോ. കാരണം ഇപ്പോൾ തിയേറ്ററിൽ ഓൾറെഡി കണ്ടു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വീഡിയോ ഓണാക്കി വെച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഓരോന്നൊക്കെ എന്നൊക്കെ കാണിക്കേണ്ടി വന്നിട്ടുണ്ടാവും. സോ ഇപ്പോൾ അത് ഫ്രഷ് ആയിട്ടാണ് കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. എന്തായാലും എക്സൈറ്റഡ് ആണ്. ബിക്കോസ് ലാലേട്ടൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു സിനിമ, അതും 3D സംഗതി, വലിയൊരു സിനിമ. ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉണ്ട് ഈ സിനിമയ്ക്ക്. അപ്പോൾ എന്തായാലും നന്നാവട്ടെ, അടിപൊളിയാവട്ടെ. ആദ്യം തന്നെ ഈ ഒരു പോസ്റ്ററിനെ കുറിച്ചിട്ട് തന്നെ പറഞ്ഞിട്ട് ട്രെയിലറിലേക്ക് കിടക്കാം. അടിപൊളി പോസ്റ്റർ, നല്ല ക്വാളിറ്റി സാധനം, എന്ത് രസമല്ലേ, കളറ്, നല്ല പരിപാടി. ഡയറക്റ്റഡ് ബൈ മോഹൻലാൽ. അപ്പോൾ ഏതായാലും കാണാം, കൊള്ളാം. Yes. Use your headphones, please. ആ ടിഗാമ കൊട്ടാരത്തിനകത്തെ ഒരാട്ടാൻ ഭൂതമുണ്ട്. ഞാൻ ബറോസ്, നൂറ്റാണ്ടുകളായി നിധി കാക്കുന്ന ഭൂതം. ചോട്ടാ വിഷമില്ല. Benvenuto di volta di Gama. ക്വാളിറ്റി ഒരു റിച്ച് ഫീല് പണ്ടി വെച്ചിരിക്കുക. മറ്റൊരാളെ ഓർത്ത് തൂകുന്ന കണ്ണുനീരിലും മഹത്തായ ഒരു നിധി ഈ ലോകത്തില്ല മോളെ. ഉണ്ട് പോലെ ഹോളിവുഡ് ഫീലും. The reveal. The unforgettable story. റിച്ച് വിചാരിച്ചോടെ കേട്ടോ. അയ്യോ, കുഞ്ഞപ്പണ്ട അവിടെ തൂവുണ്ട്. മോനെ, വികാരമാണത്. കലക്കട്ടെ പൊളിക്കട്ടെ. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇതിനെക്കുറിച്ച് ഫസ്റ്റ് ഈ സിനിമയെ കുറിച്ചിട്ടൊക്കെ ഉള്ള കാര്യങ്ങൾ പുറത്ത് വരുന്ന സമയത്ത് ഞാൻ വിചാരിച്ചത് ഇത് കുട്ടികൾക്കുള്ള സിനിമയാണ്, കുട്ടികൾക്ക് മാത്രമേ ഇഷ്ടപ്പെടാനുള്ള സാധ്യതയുള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ബട്ട് ഈ ഒരു ട്രെയിലർ കണ്ട സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നു ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. ഓഫ് കോഴ്സ് കുട്ടികൾക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടപ്പെടും. ഇത് 3D കൂടിയൊക്കെ ആവുന്ന സമയത്ത് മറ്റേ കുഞ്ഞപ്പനെ പോലെ വന്ന് നിന്ന മൂപ്പരൊക്കെ നല്ല രസമാണ്, ക്യൂട്ടായിട്ടുണ്ട്. അതൊക്കെ 3Dയിലൊക്കെ കാണുന്ന സമയത്ത് കുട്ടികൾക്ക് കാണുമ്പോൾ കൂടുതൽ ഇഷ്ടപ്പെടും, കൂടുതൽ നല്ല അവർക്ക് കൂടുതൽ രസമായിട്ടൊക്കെ തോന്നും. പക്ഷേ ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും അത്യാവശ്യം പ്രായമുള്ള ആൾക്കാരാണെങ്കിലും ഓഫ് കോഴ്സ് ഇതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും തോന്നുന്നു. കുട്ടികൾക്ക് മാത്രമല്ല എല്ലാ ആളുകൾക്കും ഇത് എൻജോയ് ചെയ്യാനുള്ള സ്റ്റഫ് ഉണ്ട് എന്നാണ് എനിക്ക് ഈ ഒരു ട്രെയിലർ കണ്ടോർത്തോടൊക്കെ തോന്നുന്നത്. ഇതിപ്പോൾ ഭയങ്കര ഹൈപ്പ് കൂട്ടി അല്ലെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അങ്ങനെ സംസാരിക്കുക എന്ന് വിചാരിക്കേണ്ട പടം ഇറങ്ങുന്നതിന് മുമ്പേ. പക്ഷേ ഇപ്പം നമുക്ക് ചില സാധനങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ തോന്നുമല്ലോ, ഇതിപ്പോൾ ഓഫ് കോഴ്സ് ലാലേട്ടൻ്റെ ആദ്യത്തെ സംവിധാനത്തിൽ ഇറങ്ങാൻ വേണ്ടി പോകുന്നൊരു സിനിമ ഇതാണ്. ഈ ഒരു ജഡ്ജ്മെന്റിലാണ് നമ്മൾ ഒബ്വിയസ്ലി ഇരിക്കുന്നത്. ലാലേട്ടൻ നമുക്കറിയാം, അപ്പോൾ മൂപ്പര് സംവിധാനം ചെയ്യാൻ വേണ്ടി പോകുന്നൊരു സിനിമ. അപ്പോൾ ഇത് മനസ്സിലിട്ടിട്ടാണ് നമ്മൾ ഈ ഒരു ട്രെയിലർ കാണുന്നത്. അപ്പോൾ ഈ ഒരു ട്രെയിലർ ഫസ്റ്റ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും തന്നെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിന്റെ ക്വാളിറ്റി നമുക്ക് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി. നല്ല രീതി പണി വെച്ചിട്ടുണ്ടെന്നുള്ള സാധനം നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടി പറ്റി, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റി എന്നുള്ളതാണ്. എല്ലാ രീതിയിലും പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. ഇത് മുഴുനീള സിനിമയായിട്ട് വരുമ്പോഴും ഇപ്പോൾ ഈ ട്രെയിലറിൽ കണ്ട ആ ഒരു ക്വാളിറ്റി, എൻഗേജിങ് ഫാക്ടേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മൊത്തത്തിൽ എനിക്ക്
ട്രെയിലർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട്. ലാലേട്ടനാണെന്നുണ്ടെങ്കിൽ ഞാൻ സത്യം പറയാം, ഇതിന്റെ മൊത്തത്തിൽ ഫസ്റ്റ് ലാലേട്ടൻ ഡയറക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നു, ഇങ്ങനെ ഒരു 3D സിനിമ, ഇങ്ങനൊരു കൈൻഡ് ഓഫ് സിനിമ എന്നുള്ള രീതിയിൽ പറയണ കേട്ടപ്പോൾ ഞാൻ വലിയ കാര്യത്തിൽ ശ്രദ്ധ കൊടുത്തില്ല, സത്യത്തിൽ ശ്രദ്ധ കൊടുത്തില്ല. പേഴ്സണലി എൻ്റെ കാര്യമാണ് പറയണത്. ഓക്കെ, ഒരു എന്താകുമോ, എന്താണ് ഇത്, ആൾക്കാരൊക്കെ കാണുമോ, ഡൗട്ടാണ്, ലൈക്ക് അങ്ങനെ ഒരു ജഡ്ജ്മെന്റ് ഫസ്റ്റ് ഉണ്ടായിരുന്നു ഇതിനെക്കുറിച്ച്. ആദ്യ സമയങ്ങളിൽ കേട്ടോ ഇതിനെക്കുറിച്ച് പറയണൊക്കെ സമയത്ത് അങ്ങനെ ഒരു ജഡ്ജ്മെന്റ് ആക്ച്വലി ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ജഡ്ജ്മെന്റ് കംപ്ലീറ്റ്ലി തിരുത്തി ആ ഒരു തോട്ട് കംപ്ലീറ്റ്ലി അങ്ങനെ തിരിച്ച് മറിച്ച് ആക്ച്വലി ഇട്ടിട്ടുണ്ട്. ഇത് കണ്ടപ്പോൾ ടോട്ടലി എക്സൈറ്റഡ് ആണ്, ടു ബി ഫ്രാങ്ക് എക്സൈറ്റഡ് ആണ്. അത്യാവശ്യം പ്രതീക്ഷ ആക്ച്വലി ഉണ്ട്, സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ ലാലേട്ടൻ്റെ ആദ്യത്തെ സംവിധാനത്തിൽ വരുന്നൊരു സിനിമ ഹെവി ആവണം എന്ന് ആഗ്രഹം ആക്ച്വലി ഉണ്ട്. വലിയൊരു സിനിമയാണ്. അപ്പോൾ ഇത് തിയേറ്ററിൽ അടിപൊളിയായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കട്ടെ. മോനെ ഇത് അടിപൊളി 3Dയിൽ തന്നെ കാണണം, അടിപൊളി തിയേറ്ററിൽ തന്നെ ആക്ച്വലി കാണണം. അതൊരു പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള കൈൻഡ് ഓഫ് സിനിമകളൊക്കെ ഒരു വേറെ എക്സ്പീരിയൻസ് ആയിരിക്കും 3D ആവുന്ന സമയത്ത്. ആ കുഞ്ഞപ്പനെയൊക്കെ അടുത്തുനിന്ന് കാണുമ്പോൾ നല്ല രസമായിരിക്കും. ഞാൻ കുഞ്ഞപ്പൻ എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും ഇവരാരെയും കളിയാക്കി കൊണ്ട് പറയുന്നൊന്നുമില്ല കേട്ടോ, സിനിമയെ കളിയാക്കി കൊണ്ട് പറയുന്നതല്ല. ഞാൻ വളരെ ക്യൂട്ടായിട്ട് അക്കട പൊട്ട ആ ഒരു ലെവലിൽ പറഞ്ഞതാണ്. എനിക്ക് പെട്ടെന്ന് ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കുഞ്ഞപ്പൻ എന്നൊക്കെ പറഞ്ഞിട്ട് വന്നപ്പോൾ എനിക്ക് ക്യൂട്ടായിട്ട് തോന്നി. അതൊക്കെ പെട്ടെന്ന് കുട്ടികൾക്ക് കാണുന്ന സമയത്ത് പെട്ടെന്ന് രസമായിട്ടൊക്കെ ആക്ച്വലി തോന്നും, ഭൂതങ്ങളിലെന്നൊക്കെ പറഞ്ഞിട്ട്. രസമുണ്ട്, കൊള്ളാം, രസമുണ്ട്. എല്ലാ രീതിയിലും ഒരു റിച്ച് ഫീലുണ്ട്, നല്ല കളറ് സാധനം, പൊളിച്ചിട്ടുണ്ട്. അടിപൊളിയാവട്ടെ. ലാലേട്ടൻ പാവലേ. ലാലേട്ടൻ ആസ് എൻ ആക്ടർ നമുക്കറിയാം, മൂപ്പരുടെ റേഞ്ചൊന്നും നമ്മൾ എടുത്തെടുത്ത് പറയേണ്ട കാര്യമില്ല. വീണ്ടും എടുത്തെടുത്ത് പറയുന്നത് പുള്ളിക്കൊരു കുറച്ചിലാണ്. മൂപ്പര് ഏത് റേഞ്ചിലാണ് നിൽക്കണം എന്നുള്ളത് നമുക്കറിയാം. ആസ് എൻ ആക്ടർ അടിപൊളി മനുഷ്യനാണ് മൂപ്പര്. പക്ഷെ അടുത്ത കാലത്തായിട്ട് ഒരുപാട് സിനിമകൾ പൊട്ടി എന്ന് മാത്രമല്ല, സെലക്ഷനൊക്കെ ആണെങ്കിലും വളരെ മോശമായിരുന്നു എന്നുള്ള വിമർശനങ്ങളൊക്കെ മൂപ്പർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് ട്രോളുകൾ മൂപ്പർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്, കളിയാക്കലുകൾ. അതിപ്പോൾ സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ, എവ്രിവെയർ, കമൻറ്റ് ബോക്സ് ആയിക്കോട്ടെ, എവ്രിവെയർ അങ്ങനെ കളിയാക്കലുകളൊക്കെ മൂപ്പർക്ക് നേരിടേണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നേരെന്ന് പറഞ്ഞൊരു സിനിമ വന്നു, അത് ഗംഭീര ഹിറ്റിലേക്ക് പോയി, ഗംഭീര സിനിമയായിരുന്നു. പക്ഷെ അതിനുശേഷം മലൈക്കോട്ടെ വാലിബൻ എന്ന് പറഞ്ഞൊരു സിനിമ വന്നു. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ് മലൈക്കോട്ടെ വാലിബൻ. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഭൂരിഭാഗം വരുന്ന ആളുകൾക്ക് പടം ഇഷ്ടപ്പെട്ടില്ല. അവിടെയും എന്താണ് പറയുക, ഒരു വിമർശനം എന്നുള്ള ലെവലിലേക്ക് പോയി. അത് ലാലേട്ടൻ്റെ പാർട്ട് ലാലേട്ടൻ നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആസ് എ ഡയറക്ടർ എന്നുള്ള രീതിയിൽ LJPക്ക് അത്യാവശ്യം നല്ല വിമർശനങ്ങൾ നല്ല രീതിയിൽ ആ സമയത്ത് കിട്ടിയിട്ടുണ്ട്. അതും കുറച്ചൊക്കെ ട്രോളും കാര്യങ്ങളൊക്കെ വന്നു. പക്ഷേ ലാലേട്ടൻ്റെ കേസിൽ എനിക്ക് ആ സമയത്ത് ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിഷമമുണ്ട്. ഇപ്പോൾ കങ്കുവയുടെ സൂര്യയുടെ കേസിലൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ സൂര്യയുടെ കാര്യം ആലോചിക്കുമ്പോൾ നല്ല സങ്കടമുണ്ട്. കാരണം അത്ര എഫേർട്ടൊക്കെ ഇട്ടിട്ട് ഒരു സിനിമ ചെയ്തിട്ട് അവസാനം വെർഡിക്റ്റ് മോശമാകുക എന്ന് പറയുന്ന സമയത്ത് ഭയങ്കര സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ മലൈക്കോട്ടെ വാലിബൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലാലേട്ടൻ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നല്ല എഫേർട്ട് മൂപ്പരുടെ മാക്സിമം മൂപ്പര് കൊടുത്തിട്ടുണ്ട്. മൂപ്പര് നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ മൂപ്പരെ കുറ്റം പറയാനൊന്നുമില്ല. പക്ഷേ എത്ര എഫേർട്ട് ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? സിനിമ ഫെയിലിയർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എന്താ പറയുക, വലിയ കാര്യമില്ല എന്നുള്ളതാണ് ഫാക്ട്. അഭിനേതാവിനെ പറയുമെങ്കിലും അയാൾ ഇട്ട ആ ഒരു എഫേർട്ടിന് ബലം കിട്ടണമെന്നുണ്ടെങ്കിൽ ആ പടം പോസിറ്റീവ് വെർഡിക്റ്റ് ആക്ച്വലി വരണം. പക്ഷെ അത് അന്ന് മലൈക്കോട്ടെ വാലിബന് വന്നില്ല. സോ ലാലേട്ടൻ്റെ കാര്യമൊക്കെ ആ രീതിയിൽ ചിന്തിച്ച് നോക്കുന്ന സമയത്ത് സങ്കടമാണ്. ഒരുപാട് ട്രോളുകൾ, അത് ഞാൻ മനസ്സ് തട്ടിയിട്ടാണ് പറയുന്നത്, ഒരുപാട് ട്രോളുകളും കാര്യങ്ങളൊക്കെ മൂപ്പർക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. മൂപ്പരെ ബാധിക്കുന്ന കാര്യമൊന്നുമല്ല, അതൊന്നും മൂപ്പര് തിരിഞ്ഞു പോലും നോക്കുന്നുണ്ടാവില്ല. ബട്ട് സ്റ്റിൽ സോഷ്യൽ മീഡിയയിൽ നമ്മളൊക്കെ പുള്ളിയെ ഇഷ്ടപ്പെടുന്നത്, ഞാൻ മമ്മൂട്ടി ഫാനാണ്, പക്ഷേ ലാലേട്ടനെ വലിയ ഇഷ്ടമാണ്. ചെറുപ്പം തൊട്ട് ഇവരൊക്കെ കണ്ടിട്ടാണ് നമ്മൾ വളരുന്നത്, അല്ലേ? ഇവരുടെ സിനിമകളൊക്കെ കണ്ടിട്ടാണ് നമ്മൾ വളരുന്നത്. സോ ഓബ്വിയസ്ലി ഇവരെ കളിയാക്കുന്ന കാണുമ്പോൾ നമുക്ക് വിഷമമാണ്. സോ ആ ഒരു സെൻസിൽ നോക്കുന്ന സമയത്ത് ഒരുപാട് മൂപ്പര് ട്രോളുകൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ഇപ്പം അതിനൊക്കെ ശേഷം ആ ഒരു ട്രോളുകൾക്കും എന്താണ് പരാജയ സിനിമകൾക്കൊക്കെ ശേഷം ലാലേട്ടൻ വലിയൊരു സാധനം കൊണ്ട് വരികയാണ്. ആക്ടറായിട്ട് മാത്രമല്ല, ഓഫ് കോഴ്സ് മൂപ്പരുടെ പെർഫോമൻസ് ഇതിൻ്റെ അത് ഒബ്വിയസ്ലി ഉണ്ടാവും. പക്ഷേ ഡയറക്ടറായിട്ട് കൂടി വരികയാണ്. ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ചെറിയ പടം എടുത്തുകൊണ്ടല്ല വരണം, വലിയൊരു പടം, 3D പടം, വലിയ ബഡ്ജറ്റിൽ വരുന്നൊരു പടം, ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സിനിമ. അത് മൂപ്പരുടെ ആശയത്തോടുകൂടി, മൂപ്പരുടേതായ ആശയം, മൂപ്പരുടെ ഡയറക്ഷൻ കാണാനുള്ളൊരു, ഇപ്പോൾ പൃഥ്വിരാജൊക്കെ എമ്പുരാനും കൊണ്ടുവന്ന സമയത്ത് നമുക്ക് പൃഥ്വിരാജിൻ്റെ പണി നമുക്ക് മനസ്സിലായി, ഹെവി ആണെന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലായി. അതേപോലെ തന്നെ ലാലേട്ടൻ്റെ കേസിലും ഈ ട്രോളുകൾക്കൊക്കെ വലിയൊരു മറുപടിയായിട്ട്, ഗംഭീര മറുപടിയായിട്ട്, ഹേറ്റേഴ്സിൻ്റെ ചെവിടത്തുള്ളൊരു വലിയ അടിയായിട്ട് തന്നെ ആസ് എ ഡയറക്ടർ എന്നുള്ള രീതിയിലും മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ട് ലാലേട്ടനെ കൊണ്ട് പറ്റട്ടെ. അങ്ങനെ പറ്റുമെന്ന് തന്നെയാണ് ഈ ഒരു ട്രെയിലർ കണ്ടോർത്തോളമൊക്കെ എനിക്ക് തോന്നുന്നത്. ഞാൻ പൊക്കി വെറുതെ അടിക്കുന്നതല്ല. ഐ ഫെൽറ്റ് ലൈക്ക് ദിസ് ഈസ് ഗോയിങ് ടു ബി എ ഹ്യൂജ് സക്സസ് എന്ന് പറയുന്നു തോന്നുന്നത്. ഒരു സിനിമ എന്നുള്ള രീതിയിൽ ഗംഭീരമാവും, ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ മൂപ്പര് ഗംഭീര തുടക്കം ഈ ഒരു സിനിമയിലൂടെ കുറിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അടിപൊളിയാവട്ടെ. ലാലേട്ടൻ എന്താ
മമ്മൂട്ടി ഫാൻസ് ലാലേട്ടനെങ്കിൽ ലാലേട്ടൻ ഫാൻസ് മമ്മൂട്ടീനെയൊക്കെ പൊട്ടന്മാർ, വിവരം കെട്ട കഴിവില്ലാത്ത കുറെ കുരങ്ങന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചളിമാരി എറിയും. മനസ്സിലായി? നല്ല ഫാൻസിനല്ല പറയണത്. ലാലേട്ടൻ്റെ ഗംഭീര ഫാൻസ് ഉണ്ട്, മമ്മൂട്ടിക്കും ഗംഭീര ഫാൻസ് ഉണ്ട്. ഇത് രണ്ടുപേർക്കും പൊട്ടന്മാരായ, ഒരു പണിക്കും പോകാത്ത കഴങ്ങന്മാരായ ഫാൻസ് ആക്ച്വലി ഉണ്ട്. ഈ കഴങ്ങന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചളിവാരി എറിയും. കാര്യമില്ല. അവരൊക്കെ ഇവിടം വരെ എത്തിയത് അവരുടെ കഴിവ് കൊണ്ട് തന്നെയാണ്. അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളൊരു സംഭവം മാത്രമാണ്. സിനിമയെ വിമർശിക്കുക, അല്ലാണ്ട് ഒരു നടൻ എന്നുള്ള രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചളിവാരി രണ്ടുപേരെയും ഡിഫൈം ചെയ്യേണ്ട യാതൊരു കാര്യവുമില്ല. അത് കമൻറ്റ് ബോക്സ് വഴിയാണെങ്കിലും വെർബലി ആണെന്നുണ്ടെങ്കിലും അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ ഫൂൾസ് ആണെന്നേ പറയാനുള്ളൂ. സോ ഇത്രയൊക്കെ പറയാനുള്ളൂ. ബറോസ് വരട്ടെ. 3D ഒരു കാണലുണ്ട്. ഇപ്പം ഇങ്ങനെ ഇരുന്നിട്ട് കുഞ്ഞപ്പനൊക്കെ എനിക്ക് കാണണമായിരുന്നിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആ അണ്ണൻ എനിക്ക് പെട്ടെന്ന് ഇതിങ്ങനെ കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് ആ കുഞ്ഞപ്പൻ പെട്ടെന്ന് കയറി വന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് രസമായിട്ട് അങ്ങനെ തോന്നി. അപ്പോൾ ഇത് 3Dയിലൊക്കെ തിയേറ്ററിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് എന്ത് രസമായിരിക്കും അല്ലേ? ഇങ്ങനെ അടുത്തൊക്കെ വന്നിട്ട് കുഞ്ഞപ്പൻ എന്നൊക്കെ പറഞ്ഞാൽ നല്ല രസമായിരിക്കും അത്. എനിക്ക് ഐ ലൈക്ക് ദിസ് കൈൻഡ് ഓഫ് മൂവീസ് മാൻ. എനിക്കിഷ്ടമാണ് ഇത്തരത്തിലുള്ള കൈൻഡ് ഓഫ് സിനിമകളൊക്കെ ഇഷ്ടമാണ്. അപ്പം ഞാനും എൻ്റെ വൈഫും ഒക്കെ ഞാൻ ഇപ്പോൾ രാത്രി കിടക്കുന്ന സമയത്ത് ഞങ്ങൾ ഇത്തരത്തിലുള്ള കാർട്ടൂൺ സിനിമകളൊക്കെ ഒന്ന് കാണാറുണ്ട്. മനസ്സിലായില്ലേ? ഇത് കാർട്ടൂണാണ് നല്ല പറയണം, പക്ഷേ അത്തരത്തിലുള്ള കൈൻഡ് ഓഫ് ക്യൂട്ട് സ്റ്റഫ്സ് ഒക്കെ ഇഷ്ടമാണ്. ലൈക്ക് കാണാറുണ്ട്. മിനിയൻസിൻ്റെ ഒക്കെ പരിപാടികളൊക്കെ നമ്മളിരുന്ന് കാണാറുണ്ട്. ഇഷ്ടമാണ്. ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ് ദിസ് കൈൻഡ് ഓഫ് ഫിലിംസ് ആർ ലൈക്ക് ദാറ്റ്. അപ്പോൾ ഇത്രേ പറയാനുള്ളൂ. ബൈ ബൈ.